മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾ വളരെ ഭംഗിയായി വായിക്കാൻ തുടങ്ങുന്നത് സൂറത്തു താഹയിലൂടെയാണ്. സൂറത്തു താഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയുടെ ചരിത്രം വിവരിക്കുന്നത് അദ്ദേഹം മദിയനിൽ നിന്ന് 9-10 വർഷത്തെ വാസം കഴിഞ്ഞ് തന്റെ കുടുംബവുമായി തിരിച്ച് തന്റെ തറവാട്ടിലേക്ക്, തന്റെ കുടുംബത്തിന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്ന ആ ഒരു സന്ദർഭമാണ് പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്നത്. രാത്രിയിലാണ് യാത്ര. അവർ താഴ്വരകളിലൂടെയും മരുഭൂമിയിലൂടെയും മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ കുടുംബവും യാത്ര ചെയ്യുകയാണ്. ആ സമയത്താണ് കയ്യിൽ വെളിച്ചമില്ലാതെ, ദിക്കറിയാതെ, വഴിയറിയാതെ അവര് പ്രയാസപ്പെട്ടപ്പോ സീനാ പർവ്വതത്തിൽ വിദൂരത്തിൽ ഒരു വെളിച്ചം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണുന്നത്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ കുടുംബത്തോട് പറയുന്നു, നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഇന്നി ആനസ്തു നാറ, ഞാൻ ആ തീ കണ്ടിട്ടുണ്ട്, ഞാൻ അതിന്റെ അടുത്തൊന്ന് പോയി നോക്കട്ടെ. ലഅല്ലി ആതീകും മിൻഹാ ബിഖബ്സിൻ വജിദു അലൻ നാരി ഹുദാ, എന്തെങ്കിലും വഴിയെക്കുറിച്ചോ നാടിനെക്കുറിച്ചോ വല്ല വിവരവും എനിക്ക് അവിടെ നിന്ന് കിട്ടിയേക്കാം എന്ന് പറഞ്ഞ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ വെളിച്ചത്തിന്റെ അടുത്തേക്ക് യാത്രയാവുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ഓരോ കാലടികളും പിറക്കാനിരിക്കുന്ന വലിയ ചരിത്രത്തിന്റെ കാലടികളാണ്, കാൽപ്പാടുകളാണ് എന്ന് ആ പ്രവാചകൻ അപ്പോഴും അറിയുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം അവിടെ ആരെങ്കിലും ഉണ്ടാകും, അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു വിവരം കിട്ടിയേക്കാം, അല്ലെങ്കിൽ വെളിച്ചം കിട്ടിയേക്കാം എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പോകുന്നത്. പക്ഷേ ആ പരിശുദ്ധമായ താഴ്വരയിലെത്തിയപ്പോ, ആ പരിപാവനമായ തുവാ താഴ്വരയിലെത്തിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫലമ്മ അതാഹാ നൂദിയ യാ മൂസാ ഇന്നി അന റബ്ബുക ഫഖ്ലഅ അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസ് തുവാ. മൂസാ, അല്ലയോ മൂസാ, ഹേ മൂസാ എന്ന ഒരു വല്ലാത്തൊരു ശബ്ദം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കർണപുടങ്ങളിലേക്ക് പതിക്കുകയാണ്. എന്നിട്ട് ആ ശബ്ദം മൂസാ നബിയോട് പറയുകയാണ്, ഇന്നി അന റബ്ബുക, ഞാൻ നിന്റെ രക്ഷിതാവാണ്, ഞാൻ നിന്റെ റബ്ബാണ്. ഫഖ്ലഅ അലൈക, നീ നിന്റെ ചെരുപ്പുകൾ അടിച്ചു വെക്കുക. ഇന്നക ബിൽ വാദിൽ മുഖദ്ദസ് തുവാ, നിശ്ചയമായും നീ പരിശുദ്ധമായ തുവാ താഴ്വരയിലാണ് നിലകൊള്ളുന്നത്. മൂസാ, ഞാനിതാ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. എന്നിട്ട് അല്ലാഹു സംസാരിക്കുകയാണ്, ഇന്നനി അനല്ലാഹ്. ആദ്യത്തെ സന്ദേശം, ഒരു പ്രവാചകൻ അല്ലാഹു നൽകുന്ന ആദ്യത്തെ സന്ദേശമാണ്. എന്താണത്? ഇന്നനി അനല്ലാഹ്, ഞാനാണ് അല്ലാഹു, ഞാനാണ് രക്ഷിതാവ്. ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഒരു ആരാധ്യനുമില്ല. ഫഅ്ബുദ്നി, എന്നെ മാത്രം ആരാധിക്കുക. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു നൽകുന്ന ഒന്നാമത്തെ സന്ദേശമാണ് ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദ്നി, ഞാനാകുന്നു അല്ലാഹു, ഞാനല്ലാതെ ആരാധ്യനില്ല, എന്നെ മാത്രം ആരാധിക്കുക. വഖിമിസ്സലാത്ത ലിദിക്രി, എന്റെ ഓർമ്മക്ക് നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക. ഇന്നസ്സാഅത ആതിയതുൻ അകാദു ഉഖ്ഫീഹാ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. അങ്ങനെ ആ പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ സംസാരിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു വളരെ പ്രധാനപ്പെട്ട 2 ദൃഷ്ടാന്തങ്ങളും നൽകുകയാണ്. എന്നിട്ട് അതാ മൂസാ നബിയെ പടച്ച റബ്ബ് വളരെ വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. എന്താണ് ആ ഉത്തരവാദിത്വം? ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. ഈ പ്രവാചകത്വവുമായി, ഈ തൗഹീദിന്റെ വചനവുമായി, ഈ ദൃഷ്ടാന്തങ്ങളുമായി മൂസാ നീ പോകേണ്ടത് ഈ ലോകത്തെ ഏറ്റവും ധിക്കാരിയായ ഭരണാധികാരിയായ, ഏറ്റവും സ്വേച്ഛാധിപതിയായ ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്കാണ്, ഫിർഔനിന്റെ അടുത്തേക്കാണ്. ആ കാലഘട്ടത്തിൽ ഫിർഔൻ കുപ്രസിദ്ധനായിരുന്നു. അവിടത്തേക്കാണ് ഈ ദൗത്യവുമായി പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നത്.
പ്രിയപ്പെട്ടവരെ, അവിടെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം രണ്ട് കൈ നീട്ടി അള്ളാഹുവിന്റെ ആജ്ഞ സ്വീകരിച്ചു, അള്ളാഹുവിന്റെ കൽപ്പന സ്വീകരിച്ചു. എന്നിട്ട് ആ പ്രവാചകൻ അള്ളാഹുവിനോട് ചില ആവശ്യങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹുവിനോട് ചില ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്താണ് ആവശ്യം? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാ, റബ്ബി ഇശ്റഹ് ലീ സ്വദരീ വയസ്സിർ ലീ അംരീ വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി വജഅൽ ലി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖീ ഉഷ്തുർ ബിഹി അസ്രി വഅശ്രികു ഫീ അംരി. അല്ലാഹുവേ, നീ എന്റെ ഹൃദയത്തെ വിശാലമാക്കി തരണമേ, എന്റെ നെഞ്ചിനെ നീ വിശാലമാക്കി തരണേ റബ്ബേ, എന്റെ കാര്യങ്ങളെ നീ എളുപ്പമാക്കി തരണേ റബ്ബേ, എന്റെ നാവിന്റെ കുടുക്കുകൾ നീ അടിച്ചു തരണേ റബ്ബേ, എന്റെ വാക്കുകൾ നീ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണേ റബ്ബേ, എന്റെ ഈ ഉത്തരവാദിത്വത്തിൽ എന്റെ കുടുംബത്തിൽ നിന്നൊരു തുണയെ നീ എനിക്ക് തരണേ റബ്ബേ, എന്റെ സഹോദരൻ ഹാറൂനെ ഈ ഉത്തരവാദിത്വത്തിൽ എന്റെ കൂടെ നീ ആക്കി തരണേ റബ്ബേ, എന്റെ പാർശ്വവരെ കൊണ്ട് നീ ശക്തിപ്പെടുത്തണേ റബ്ബേ, എന്റെ ഈ നുബുവത്തിൽ എന്റെ ഈ പ്രവാചകത്വത്തിൽ എന്റെ സഹോദരൻ ഹാറൂന് നീ പങ്കുകൊടുക്കണേ റബ്ബേ. കൈ നുസബ്ബിഹക കസീറാ വനദ്കുറക കസീറാ ഇന്നക കുൻത ബിനാ ബസ്വറാ. അങ്ങനെ ഞാനും എന്റെ സഹോദരനും കൂടി ഒരുപാട് നിന്നെ സ്തുതിച്ചുകൊള്ളാം, ഒരുപാട് നിന്നെ നിനക്ക് തസ്ബീഹ് ചെയ്തുകൊള്ളാം, നിന്നെ ഒരുപാട് ഓർക്കുകയും ചെയ്തുകൊള്ളാം. ഇന്നക കുൻത ബിനാ ബസ്വറാ. ഞങ്ങൾ നോക്കി കാണുമല്ലോ റബ്ബേ, ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും, ഞങ്ങളുടെ ഓരോ കാലടികളും, ഞങ്ങളുടെ ഓരോ ചിന്തകളും, ഞങ്ങളുടെ ഓരോ അനക്കങ്ങളും, ഞങ്ങളുടെ ഓരോ മുന്നോട്ട് പോകുന്നതും റബ്ബേ നീ വളരെ കൃത്യമായി കാണുമല്ലോ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയാണ്. പ്രിയപ്പെട്ടവരെ, ഇനിയാണ് ചരിത്രം അതിന്റെ വഴി മാറിക്കൊണ്ട് സൂറത്തു താഹയിൽ സഞ്ചരിക്കുന്നത്. ഇത്രയും നേരം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ തുവാ താഴ്വരയിലെത്തി, അള്ളാഹുവിന്റെ വിളി കേട്ടു. രോമാഞ്ചചകിതനായി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ആ വിളിക്ക് ഉത്തരം നൽകി, പ്രവാചകത്വം ഏറ്റെടുത്തു, ദൃഷ്ടാന്തങ്ങൾ നൽകി, ആവശ്യങ്ങൾ ചോദിച്ചു. ആവശ്യങ്ങൾ കൊടുക്കുന്ന രീതിയുണ്ട് അള്ളാഹുവിന്റെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിനെ വല്ലാതെ ആകർഷിക്കുന്ന, നമ്മുടെ കണ്ണുകളെ നിറച്ചു കളയുന്ന, നമ്മുടെ ഈമാനിനെ തുളുമ്പുന്നതാക്കി മാറ്റുന്ന ഉത്തരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകുന്നത്. എന്താണ് അല്ലാഹു നൽകുന്നറിയോ? ഖാല ഖദ് ഊതീത സുഅലക യാ മൂസാ. മൂസാ, നീ എന്താണോ ചോദിച്ചത് അതിതാ ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു. നീ എന്താണോ ആവശ്യപ്പെട്ടത് അതിതാ ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വലിയ ഉത്തരവാദിത്വത്തിലേക്കാണ് പോകുന്നത്. ഏറ്റവും വലിയ ക്രൂരനായ ഇസ്രായേൽ സന്തതികളിലെ ആൺകുട്ടികളുടെ പിഞ്ചുപൈതങ്ങളെ, കൊല നടത്തുന്ന, കഴുത്തറുത്തു കൊല്ലുന്ന ഭീകരനായ ഭരണാധികാരിയുടെ മുന്നിലേക്കാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പോകുന്നത്. പേടിയും ബേജാറും ഒക്കെ മനസ്സിലുണ്ട്. അല്ലാഹു അതാ സമാധാനിപ്പിക്കുകയാണ്. മൂസാ, വലഖദ് മനന്നാ അലൈക മററതൻ ഉഖ്റാ, വലഖദ് മനന്നാ അലൈക മററതൻ ഉഖ്റാ. മൂസാ, നീ നിൽക്കുന്നുണ്ടല്ലോ, നീ നിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എന്റെ മുന്നിൽ ആവശ്യവുമായി നിൽക്കുന്നുണ്ടല്ലോ. ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മറ്റൊരാളും എന്റെ മുന്നിൽ നിന്നിട്ടുണ്ട്, മറ്റൊരു വ്യക്തിയും എന്റെ മുന്നിൽ നിന്നിട്ടുണ്ട്. അതാരാണെന്നറിയുമോ? അത് നിന്റെ ഉമ്മയാണ്, നിന്റെ മാതാവാണ്. ആ മാതാവ് നീ എന്ന ചോരപ്പൈതറുമായി, നീ എന്ന ചോരക്കുഞ്ഞുമായി നിസ്സഹായയായി എന്റെ മുന്നിൽ നിന്നിട്ടുണ്ട്, എന്നോട് കരഞ്ഞിട്ടുണ്ട്, എന്നോട് സങ്കടം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇസ്രായേലി വീടുകളിൽ ഏതെങ്കിലും ഒരു ആൺകുട്ടിയുടെ ജനനത്തെ കുറിച്ചുള്ള വാർത്ത എത്തിക്കഴിഞ്ഞാൽ ഫിർഔനിന്റെ പടയാളികൾ അവിടേക്ക് എത്തുകയും നിഷ്കരുണമാ കുട്ടിയെ വധിച്ചു കളയുകയും ചെയ്യും. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് കൊല്ലപ്പെടാൻ പോകുകയാണ് റബ്ബേ, നീ മാത്രമാണ് രക്ഷ, നീ മാത്രമാണ് ആശ്രയം, നീ മാത്രമാണ് അവലംബം റബ്ബേ, നിന്നിൽ മാത്രമാണ് പ്രതീക്ഷയും പ്രത്യാശയും റബ്ബേ എന്ന് നിന്റെ ഉമ്മ പറഞ്ഞുകൊണ്ട് നിന്നൊരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ നിന്റെ ഉമ്മക്ക് ഞാൻ കൃത്യമായ സംരക്ഷണം നൽകിയിട്ടുണ്ട്. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയുടെ ആവശ്യം ചോദിച്ചപ്പോ മൂസാ നബിയോട് തിരിച്ചു ചോദിക്കാണ്, മൂസാ, നീ ഒരു കൈക്കുഞ്ഞായിരുന്ന സമയത്ത്, നിനക്കൊന്നും അറിയാത്ത സമയത്ത്, നിനക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പോലും അറിയാത്ത സമയത്ത്, കൈകാലുകളിട്ടിളക്കി കരയാൻ മാത്രം അറിയുന്ന സമയത്ത് ഇതിനേക്കാൾ വലിയൊരു പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധിയെ നേരിട്ടത് നിന്റെ ഉമ്മയാണ്. ആ ഉമ്മക്ക്
നിന്റെ ഉമ്മക്ക് നാം ബോധനം നൽകി. നീ എന്ന ചോരപ്പൈതലുമായി ആ ദുർബലയായ അബലയായ നിന്റെ ഉമ്മ സംരക്ഷണത്തിന് വേണ്ടി എന്റെ മുന്നിലേക്ക് കൈനീട്ടിയപ്പോ നിന്റെ ഉമ്മാക്ക് നാം ബോധനം നൽകി. എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ വാക്കുകൾ പ്രിയപ്പെട്ടവരെ എത്രമാത്രം നമ്മുടെ ഹൃദയത്തിലേക്ക് തുളച്ച് കയറുന്നതാണെന്ന് നിങ്ങൾ നോക്ക്. അല്ലാഹു പറയാണ്, ഉമ്മി മൂസ ഭയപ്പെടേണ്ടതില്ല, ബേജാറാവേണ്ടതില്ല, ഭദ്രമായ ഒരു പെട്ടിയിൽ അടക്കുക, എന്നിട്ട് ആ കാണുന്ന നദിയിലേക്ക് അങ്ങോട്ട് ഒഴുക്കിക്കൊള്ളുക. ആരാ പെട്ടി എടുക്കാമെന്നറിയോ? അല്ലാഹു പറയാണ് മൂസാ നബിയുടെ ഉമ്മയോട്, ആ പെട്ടി ആരാണ് എടുക്കാൻ പോകുന്നറിയോ? എന്റെയും അവന്റെയും ശത്രുവായ ഒരു മനുഷ്യന്റെ കയ്യിലായിരിക്കും ആ പെട്ടി എത്തുക. എന്റെ സ്നേഹവും എന്റെ ഇഷ്ടവും എന്റെ കാരുണ്യവും മൂസ അവോളം ഞാൻ നിന്നിലേക്ക് വാരി കുരിഞ്ഞു തന്നിട്ടുണ്ട്. എന്റെ കൺമുന്നിലായിക്കൊണ്ട് എന്റെ സംരക്ഷണത്തിലായിക്കൊണ്ട് മൂസ ഞാൻ നിന്നെ വളർത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു പറഞ്ഞതുപോലെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ ആ പെട്ടി നദിയിലേക്ക് ഒഴുക്കിയപ്പോ ആ നദി നേരെ ചെന്നെത്തുന്നത് അള്ളാഹുവിന്റെയും മൂസാ നബിയുടെയും ശത്രുവായ ഫിർഔനിന്റെ കയ്യിലേക്ക് തന്നെയാണ്. ഫിർഔൻ അതാ പെട്ടിയെടുക്കുകയാണ്. തുറന്നു നോക്കുമ്പോൾ അവന് മനസ്സിലാകുകയാണിത് ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ആൺകുഞ്ഞാണ്, കൊല്ലാനൊരുങ്ങുകയാണ്. ഫിർഔനിന്റെ ഭാര്യ തടുക്കുകയാണ്. ഫിർഔനിന്റെ ഭാര്യ പറയുകയാണ്, കൊല്ലരുത്, നമുക്കിതിനെ ഒരു വളർത്തുപുത്രനായി സ്വീകരിക്കാം, നമുക്കിതിനെ ഒരു വളർത്തു മകനായി സ്വീകരിക്കാം. ഫിർഔൻ പതിവില്ലാത്ത വിധം തന്റെ ഭാര്യയുടെ വാക്കുകൾ കേൾക്കുകയാണ്. എന്നിട്ട് ആ കുട്ടിയെ സംരക്ഷണത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരെ ഏറ്റെടുക്കുകയാണ്. അതായത് ഏതൊരു ഫിർഔനിന്റെ അക്രമത്തെയാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ ഭയന്നത്, അതേ ഫിർഔനിന്റെ വീട്ടിലേക്ക് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു എത്തിച്ചിട്ട് പറഞ്ഞു, ഇവന്റെ സംരക്ഷണം നീ ഏറ്റെടുക്കും. ഫിർഔൻ അനുസരിക്കല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഫിർഔൻ ആ കുട്ടി ഏറ്റെടുത്തു. കുട്ടിയേറ്റെടുത്ത് പാല് കൊടുക്കണം. ഒരുപാട് ആളുകൾ വിളിച്ചു വരുത്തി പാല് കൊടുക്കാൻ. ഒരു മാറിടത്തിൽ നിന്നും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പാല് കുടിക്കാൻ അള്ളാഹു അനുവദിച്ചില്ല, പടച്ചവൻ അനുവദിച്ചില്ല. അള്ളാഹു മൂസാ നബിയോട് പറഞ്ഞു, കുടിക്കരുത്. അവസാനം ഈ രംഗം കണ്ടിട്ടാണ് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജ്യേഷ്ഠത്തി ആ ഭാഗത്തേക്ക് കടന്നു വരുന്നത്. അവര് പറഞ്ഞു, ആ ജ്യേഷ്ഠത്തി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ താത്ത പറഞ്ഞു, ഹൽ അദുല്ലുക്കും അലാ മൻ യക്ഫുലു, അവനെ ഏറ്റെടുക്കാൻ പറ്റുന്ന, അവന് പാല് കൊടുക്കാൻ പറ്റുന്ന ഒരാളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഫറജഅനാക ഇലാ ഉമ്മിക കൈ തഖറ ഐനുഹാ വലാ തഹ്സൻ, ഫറജഅനാക ഇലാ ഉമ്മിക കൈ തഖറ ഐനുഹാ വലാ തഹ്സൻ. മൂസാ തലയേറ്റുകൊണ്ട് കബന്ധം മാത്രമായി മാറുമായിരുന്ന നിന്നെ ആ രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ കയ്യിലേക്ക് സംരക്ഷണത്തിന് വേണ്ടി ഏൽപ്പിച്ചിട്ട് ആ ഭരണാധികാരിയുടെ കൊട്ടാരത്തിൽ വെച്ച് നിന്റെ ഉമ്മയുടെ പ്രാർത്ഥനയ്ക്ക് നാം ഉത്തരം നൽകി. ആ ഉമ്മയുടെ കണ്ണിന് കൺകുളിർമയായിക്കൊണ്ട് നിന്നെ ആ ഉമ്മക്ക് ഞാൻ തിരിച്ചു നൽകി. ദുഃഖിക്കണ്ട, കരയണ്ട, ഞാൻ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞ് മൂസാ നിന്റെ ഉമ്മാക്ക് ഞാൻ തിരിച്ചു നൽകി. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ. സുബ്ഹാനല്ലാഹ്, ഇത്ര വലിയ ഭാഗ്യവാനാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇന്നലകളിൽ നൽകപ്പെട്ട ആ സംരക്ഷണത്തിന്റെ കഥകൾ അതേ പടച്ചറപ്പ് തന്നെ, അതേ രക്ഷിതാവ് തന്നെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസയോട് പറയണമെന്ന് പറയുന്നറിയോ? ഇദ്ഹബ് അൻത വ അഖൂക ബിആയാതി വലാ തനിയാ ഫീ ദിക്രി, നിന്റെ സഹോദരനും എന്റെ ഉത്തരവാദിത്വവുമായി ഫിർഔനിലേക്ക് പോയിക്കൊള്ളുക. ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ, ആ ഫിർഔൻ അതിരുകവിഞ്ഞിരിക്കുന്നു. മൂസാ, എന്റെ ഓർമ്മയിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും മാറി നിൽക്കാതിരിക്കുക, എന്റെ സ്മരണയിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും മാറി നിൽക്കാതിരിക്കുക. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ, അവനോട് നല്ല വാക്കുകൾ പറയുക. ഫിർഔനോടാണ് പറയാൻ കൽപ്പിക്കുന്നത്.
ഫിറഔനോട് നല്ല വാക്കുകൾ മാത്രം മൂസ അവനോട് പറയുക, ലൈനായ താഴ്മയോടുകൂടി അവനോട് സംസാരിക്കുക. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ, അവൻ ഓർക്കുകയോ അല്ലെങ്കിൽ ഭയപ്പെടുകയോ ചിന്തിക്കുകയോ മാറുകയോ ചെയ്തേക്കാം. ഖാല പറയുകയാണ് മൂസാ നബിയും ഹാറൂൻ നബിയും പറയുകയാണ്, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നനാ നഖാഫു അയ്യഫ്റുത അലൈനാ ഔ അയ്യത്ഗാ, അല്ലാഹുവേ ഞങ്ങൾ അടിച്ചമർത്തപ്പെടുമോ എന്ന് ഭയപ്പെടുകയാണ്, ഞങ്ങൾ അതിക്രമിക്കപ്പെടുമോ എന്ന് ഭയപ്പെടുകയാണ് റബ്ബേ. ഖാല ലാ തഖാഫാ, അല്ലാഹുവിന്റെ മറുപടി ഖാല ലാ തഖാഫാ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഇന്നനീ മഅകുമാ അസ്മഉ വ അറാ, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്, അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ധൈര്യവും സ്ഥൈര്യവും നൽകുന്ന ആ ഒരു കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നത്. നോക്ക് നിങ്ങൾ, അല്ലാഹു മൂസാ നബിക്ക് ഭാരിച്ചൊരു ഉത്തരവാദിത്വം നൽകുമ്പോൾ ആ ഉത്തരവാദിത്വത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി, ആ ഉത്തരവാദിത്വം ഒരു കുഴപ്പവുമില്ലാതെ ചെയ്തു തീർക്കുന്നതിന് വേണ്ടി അതിന്റെ മുമ്പുള്ള മൂസാ നിന്റെ കൂടെ ഞാനുണ്ട്, നീ ഭയക്കേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. ഈ മൂസാ നബിയുടെ കഥ നമ്മളോട് പറഞ്ഞിരുന്നതിനാണ്. എന്തിനാ മൂസാ നബിയുടെ കഥ നമ്മളോട് പറഞ്ഞു തരുന്നത്? അല്ലാഹു പറയാൻ, ഇന്നനീ മഅകുമാ അസ്മഉ വ അറാ, ഇന്നനീ മഅകും അസ്മഉ വ അറാ, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഭയക്കേണ്ടതില്ല, പേടിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രിയപ്പെട്ടവരെ എന്നോടും നിങ്ങളോടും പറയാനുള്ളത് എന്ന് നാം മനസ്സിലാക്കുക. ഇവിടെ നാം അറിയേണ്ടത് പ്രിയപ്പെട്ടവരെ, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മക്ക് സംരക്ഷണം നൽകിയ ഏതൊരു ഫിർഔനെ ഭയന്നിട്ടാണ് മൂസാ നബിയുടെ ഉമ്മ ആലില പോലെ വിറച്ചത്, അതേ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ, അതേ ഫിർഔനിന്റെ സംരക്ഷണത്തിൽ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പാലൂട്ടുന്നതിന് വേണ്ടി അവസരം നൽകിയ പടച്ചറബുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അതേ പടച്ചറബ് തന്നെയാണ് ഇന്നും നമ്മുടെ സംരക്ഷണത്തിനുള്ളത്, അതേ പടച്ചറബ് തന്നെയാണ് ഇന്നും നമ്മുടെ സഹായത്തിനുള്ളത്, അതേ പടച്ചറബ് തന്നെയാണ് ഇന്നും നമുക്ക് പ്രതീക്ഷകൾക്ക് വക നൽകുന്നത്, അതേ പടച്ചറബ് തന്നെയാണ് നമ്മുടെ ആശയവും അവലംബവും എല്ലാം. പ്രിയപ്പെട്ടവരെ, ഇതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നാം പഠിക്കേണ്ട ആദ്യത്തെ പാഠം എന്ന് പറയുന്നത്. ആരെയും ഭയക്കേണ്ടതില്ല, ആരെയും പേടിക്കേണ്ടതില്ല, അല്ലാഹുവിനെ മാത്രം പേടിക്കുക. ഇനി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് വന്നിട്ട് ഈ പറയുന്ന ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുന്ന രംഗം പരിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. സൂറത്തുൽ അറാഫിൽ ആ രംഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. മൂസ എന്താണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറയാണ്, ഹഖീഖുന അലാ അല്ലാ അഖൂല അലാ അല്ലാഹി ഇല്ലൽ ഹഖ് ഖദ് ജിഅതുകും ബിബൈനത്തിൻ മിർ റബ്ബികും ഫഅർസിൽ മഅയ ബനി ഇസ്രാഈൽ ഖാല ഇൻ കുൻത ജിഅത ബിആയ ഫഅതി ബിഹാ ഇൻ കുൻത മിനസ് സാദിഖീൻ. മൂസാ നബി പറഞ്ഞു, അല്ലാഹു മാത്രമാണ് ആരാധ്യൻ, നീ പറയുന്ന ബനി ഇസ്രായേലുകൾ ആക്രമിക്കുന്നത് നിർത്തിയിട്ട് എന്റെ കൂടെ അവരെ പറഞ്ഞയക്കണം, നിർത്തണം ഈ അക്രമം. അല്ലാഹു ഫിർഔന്റെ തിരിച്ചുള്ള ചോദ്യം, ഖാല ഇൻ കുൻത ജിഅത ബിആയ ഫഅതി ബിഹാ ഇൻ കുൻത മിനസ് സ്വാദിഖീൻ, നീ പറയുന്ന പ്രവാചകത്വത്തിന് വല്ല തെളിവും നിന്റെ കയ്യിലുണ്ടോ, വല്ല ദൃഷ്ടാന്തവും നിന്റെ കയ്യിലുണ്ടോ എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചപ്പോൾ ഫഅൽഖാ അസാ ഫഇദാ ഹിയ തുഅബാൻ മുബീൻ വനസഅ യദഹു ഫഇദാ ഹിയ ബൈദാഉ ലിന്നാദിരീൻ. സുബ്ഹാനല്ലാഹ്, മൂസാ നബി അല്ലാഹു തനിക്ക് തന്ന രണ്ട് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു. എന്താ അവരുടെ പ്രതികരണം? ഖാലൽ മലഉ മിൻ ഖൗമി ഫിർഔൻ ഇന്ന ഹാദാ ലസാഹിറുൻ അലീം യുരീദു അൻ യുഖ്രിജകും മിൻ അർദികും ഫമാദാ തഅമുറൂൻ ഖാലു അർജിഹു വഅഖാ വഅർസിൽ ഫിൽ മദായിനി ഹാശിരീൻ. ആ മല അവിടെ കൂടിയിരുന്ന മന്ത്രിമാരും ഭരണാധികാരികളൊക്കെ ഫിർഔനോട് പറഞ്ഞു, ഫിർഔൻ പ്രഭോ രാജാവേ, അങ്ങ് സൂക്ഷിക്കുക, ഇയാൾ വലിയ മാരണക്കാരനാണ്, ഇയാൾ വലിയ ജാലവിദ്യക്കാരനാണ്, ഇയാൾ നിങ്ങളുടെ അധികാരം തട്ടിയെടുക്കാൻ സാധ്യതയുണ്ട്, അയാളുടെ ഉദ്ദേശം തന്നെ അതാണ്, അതുകൊണ്ട് ചെയ്യുക. ഈ നാട്ടിലുള്ള അങ്ങയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന, അങ്ങ് പറഞ്ഞാൽ അനുസരിക്കുന്ന മാരണക്കാരുണ്ടല്ലോ, ഈ നാട്ടിലുള്ള മായാജാല വിദ്യക്കാരുണ്ടല്ലോ, അവരെ മുഴുവനും വിളിച്ചു ചേർത്തിട്ട് ഈ മൂസയുമായ ഒരു മത്സരം സംഘടിപ്പിക്കുക. അങ്ങനെ ആ മത്സരത്തിൽ ഇവൻ തോറ്റു കൊന്നും പാടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഇവൻ പരാജിതനായി കഴിഞ്ഞാൽ ഈ മായാജാലവുമായി അങ്ങയുടെ പ്രജകളെ, അങ്ങയുടെ നാട്ടുകാരെ, അങ്ങയുടെ കിങ്കരന്മാരെ പാട്ടിലാക്കാൻ ഇവന് കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഫിർഔൻ
ഫിറഔനിന്റെ കൽപ്പന പ്രകാരം ആ നാട്ടിലുള്ള സാഹിര്യങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂടുകയാണ്. അഗ്രഗണ്യരായ സാഹിര്യങ്ങൾ, എല്ലാം അറിയുന്ന സാഹിര്യങ്ങൾ, കൃത്യമായി പറയുന്ന ജാലവിദ്യ കാണിക്കാൻ അറിയുന്ന സാഹിര്യങ്ങൾ അതാ ഫിറഔനിന്റെ ചൊൽപ്പടി പ്രകാരം, ഫിറഔനിന്റെ കൽപ്പന പ്രകാരം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി മത്സരിക്കാൻ ഒരു സ്ഥലത്ത് നിശ്ചിത സമയത്ത് ഒരുമിച്ച് കൂടുകയാണ്. അവരത് അവരുടെ കൈകളിലുള്ള വടികളും കയറുകളും ഒക്കെ താഴേക്കിടുന്നു. അവയെല്ലാം പാമ്പായി ഉരകവർഗങ്ങളായി ഉഴഞ്ഞു നീങ്ങുന്നതും കാണുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പോലും ഒരു നിമിഷം ഭയപ്പെട്ടു പോയി. മൂസാ നബി പേടിച്ചു പോയി. ഇതെന്താണ് ഈ കാണുന്നത്? ഞാൻ ഈ കാണിക്കുന്നത് പോലെ തന്നെയാണല്ലോ ഇവരും കാണുന്നത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറഞ്ഞു, വഅൽഖി മാ ഫീ യമീനിക തൽഖഫ് മാ സ്വനഉ, അങ്ങയുടെ കയ്യിലുള്ളത് അങ്ങൊന്ന് താഴേക്കിടുക, അത്ഭുതം അങ്ങേക്ക് അപ്പ കാണാം. പ്രിയപ്പെട്ടവരെ, ഈ സാഹിര്യങ്ങൾ വന്നപ്പോ അവിടെ സാധാരണ ഭരണാധികാരികളുടെ മുന്നിൽ നടക്കുന്ന ചില കോപ്രായങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. എന്താണത്? നമുക്കറിയാം. ഈ സാഹിര്യങ്ങൾ വന്നപ്പോ ഇവര് നേരെ ഫിറഔന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് എന്താണ് പറഞ്ഞത്? ഞങ്ങളിതാ മത്സരിക്കാൻ പോവാണ്, അങ്ങ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്, അങ്ങയുടെ ഈ രാജാധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്, ഞങ്ങളെങ്ങാനും ജയിക്കുകയാണെങ്കിൽ, വിജയിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങ് സമ്മാനം തരൂലേ? അപ്പൊ ഫിറഔന്റെ മറുപടി എന്താണ്? ഖാല നഅം, തീർച്ചയായും സമ്മാനം ഉണ്ടാവും. സമ്മാനം മാത്രമല്ല, വഇന്നകും ലമിനൽ മുഖറബീൻ, പിന്നെ നിങ്ങളുടെ ഇരിപ്പിടം എന്റെ സിംഹാസനത്തിന്റെ രണ്ട് ഭാഗത്തായിരിക്കും. എന്റെ സിംഹാസനത്തിന്റെ രണ്ട് ഭാഗത്ത് നിങ്ങൾക്ക് ഞാൻ ഇരിപ്പിടം നൽകും. വഇന്നകും ലമിനൽ മുഖറബീൻ, എന്റെ സമീപക്കാരായിരിക്കും, എന്റെ അടുത്ത ആളുകളായിരിക്കും നിങ്ങൾ. ആ കാലത്ത് ഫിറഔനിന്റെ അടുപ്പക്കാരാവാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ നാട്ടിലെ ഭരണാധികാരിയുടെ അടുപ്പക്കാരനാവാൻ ഒരാൾക്ക് അവസരം ലഭിച്ചാൽ എന്തൊക്കെ നേട്ടങ്ങളാണ് ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഉണ്ടാവുക? ഏത് നാട്ടിലാവട്ടെ, പ്രധാനമന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരാവാന്ന് പറഞ്ഞാൽ എന്തൊക്കെ നേട്ടങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. എത്ര വലിയ ബഹുമതിയായിരിക്കും അല്ലെ? ഇപ്പോ നാട്ടിലെ ട്രെയിനിലൊക്കെ പോകുമ്പോ ഒരു MLA കണ്ടാൽ നമ്മൾ പോയിട്ട് സെൽഫി എടുക്കും, ഒരു MP കണ്ടാൽ നമ്മൾ ഒരു സെൽഫി എടുക്കും. എന്തിനൊരു പഞ്ചായത്ത് മെമ്പറെ കണ്ടാൽ പോലും സെൽഫി എടുക്കാൻ നടക്കുന്ന ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. ഫിറഔൻ പറയുന്നത്, ആ ചക്രവർത്തി, ഒരു വാക്കിന് മറുവാക്കില്ലാത്ത ആ രാജാവ് പറയാണ്, എന്റെ സമീപക്കാരായിരിക്കും നിങ്ങൾ, നിങ്ങൾ പിന്നെ ഒന്നും പേടിക്കാനില്ല. പ്രിയപ്പെട്ടവരെ, ആ രാജാവിന്റെ സാമീപ്യം കിട്ടുന്നതിന് വേണ്ടി, ആ സ്ഥാനം കിട്ടുന്നതിന് വേണ്ടി ഈ പറയുന്ന മായാജാലക്കാർ, സാഹിര്യങ്ങൾ മത്സരിക്കാൻ ഒരുങ്ങിയിറങ്ങുകയാണ്. അങ്ങനെയാണ് ഈ മത്സരം നടക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, പ്രിയപ്പെട്ടവരെ, അവരുടെ എല്ലാ പ്രകടനങ്ങളും കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ കൽപ്പനക്ക് കാത്തു നിൽക്കുകയാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹു കൽപ്പിച്ചു, വഅൽഖി മാ ഫീ യമീനിക മൂസാ, നിന്റെ വലത് കൈയിലുള്ളത് നീ താഴേക്കിടുക. മൂസാ നബി തന്റെ വലത് കൈയിലേക്കുള്ളത് താഴേക്കിട്ടു. പ്രിയപ്പെട്ടവരെ, സിഹർ എന്താണെന്ന് അറിയുന്ന, മാരണവും മായാജാലവും എന്താണെന്ന് അറിയുന്ന ആ സാഹിര്യങ്ങൾ ആ വടി താഴേക്ക് സ്പർശിച്ച ആ നിമിഷം ഞെട്ടിപ്പോയി. അവർ സ്തബ്ധിച്ചു പോയി. ബാക്കി എല്ലാവർക്കും, ഫിറഔനാകട്ടെ, മൂസാ നബിക്ക് പോലും ആകട്ടെ, അപാലചൂടം കൂടി നിൽക്കുന്ന ആ ജനങ്ങൾക്കാകട്ടെ, എല്ലാവർക്കും ഇവര് കാണിച്ചതുപോലെയുള്ള സാധാരണ സംഗതി മാത്രമാണ്. പക്ഷേ എന്താണ് സിഹർ എന്നറിയുന്ന, എന്താണ് കൺകെട്ട് വിദ്യ എന്നറിയുന്ന, എന്താണ് മായാജാലം എന്നറിയുന്ന സാഹിര്യങ്ങൾ ഉണ്ടല്ലോ, ആ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വടി ഭൂമിയിലേക്ക് സ്പർശിച്ച ആ നിമിഷം അവർ അത്ഭുതപ്പെട്ടു, അവർ സ്തബ്ധിച്ചു. അവർ ആ പാമ്പിനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഇങ്ങനെ വീക്ഷിച്ചു, അതിന്റെ ഓരോ ചലനങ്ങളും വീക്ഷിച്ചു. അവസാനം അത് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും കണ്ടപ്പോ പ്രിയപ്പെട്ടവരെ, അവർക്ക് അവരെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെയായി. ആ മായാജാല വിദ്യക്കാർക്ക് അവർക്ക് അവരെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെയായി. പരിശുദ്ധ ഖുർആൻ പറയുന്നവർ എന്താണ് ചെയ്തത്? വഉൽഖിയ സഹറതു സാജിദീൻ ഖാലു ആമന്നാ ബിറബ്ബിൽ ആലമീൻ റബ്ബി മൂസാ വഹാറൂൻ. ആ സാഹിര്യങ്ങളതാ സുജൂദിലേക്ക് വീഴുകയാണ്. തൊട്ട് മുന്നേ അവർ റുക്കൂ ചെയ്തിരുന്നത് ഫിറഔനിന്റെ മുന്നിലാണ്. എന്നാൽ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം കണ്ടപ്പോ, ആ ദൃഷ്ടാന്തം ദൃഷ്ടാന്തമായെന്ന് മനസ്സിലായപ്പോ, ആ അത്ഭുതം അത്ഭുതമാണെന്ന് മനസ്സിലായപ്പോ അവരതാ പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് സുജൂദ് ചെയ്യുകയാണ്. എന്നിട്ട് ആ സുജൂദിൽ അവർ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, ആമന്നാ ബിറബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവേ, ഈജിപ്തിന്റെ ചക്രവർത്തിയിലല്ല, ലോകങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുകയാണ്. റബ്ബി മൂസാ വഹാറൂൻ,
മൂസയും ഹാറൂനും ഏതൊരു റബ്ബിനെ കുറിച്ചാണോ പറഞ്ഞിരുന്നത്? റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ആരാണ് എന്റെ റബ്ബെന്നറിയുമോ? എല്ലാത്തിനും അതിൻ്റെതായ ശിക്ഷ നൽകുകയും എന്നിട്ട് അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയും ചെയ്ത, കൃത്യമായ മാർഗദർശനം നൽകുകയും ചെയ്തവനാണ് എന്റെ റബ്ബ്. ആ മൂസ പറഞ്ഞു റബ്ബേ, ആ ഹാറൂൻ പറഞ്ഞു റബ്ബേ, ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുകയാണ്. കോപാകുലനായ ഫിറഔൻ തുള്ളിച്ചാടിക്കൊണ്ട് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഖാല ഫിറഔൻ വഅമൻതും ബിഹി ഖബ്ല അൻ ആദന ലക്കും ഇന്ന ഹാദാ ലമകർതും മകർതുമൂഹു ഫിൽ മദീന ലിതുഖ്രിജൂ മിൻഹാ അഹ്ലഹാ ഫസൗഫ തഅലമൂൻ. ഞാൻ നിങ്ങൾക്ക് അനുവാദം നൽകുന്നതിന്റെ മുന്നേ ഈ മൂസയിൽ നിങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണോ? ഇത് നിങ്ങൾ എല്ലാവരും കൂടി നടത്തിയൊരു തട്ടിപ്പാണ്, നിങ്ങൾ എല്ലാവരും കൂടി പദ്ധതിയിട്ടതാണ്. ലൗ ഖത്അന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫ് ثم لأصلبنكم أجمعين. കയ്യും കാലും ഞാൻ വെട്ടും, വലത് കൈയും ഇടത്തേക്കാലും ഞാൻ വെട്ടും, അല്ലെങ്കിൽ ഇടത്തെ കൈയും വലത്തേക്കാലും ഞാൻ വെട്ടും. എന്നിട്ട് ലഉസല്ലിബന്നകും അജ്മഈൻ, എല്ലാറ്റിനെയും ഞാൻ കുരിശിൽ തറച്ച് കൊല്ലുകയും ചെയ്യും. കുരിശിൽ തറച്ചുള്ള കൊലപാതകം തുടങ്ങിയ ആളാണ് ഫിറഔൻ. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവർ കുരിശിൽ തറച്ച് കൊല്ലാൻ നോക്കിയിട്ടുണ്ടല്ലോ. ഒരുപാട് കാലത്തിന് ശേഷം ഈ കുരിശു മരണം തുടങ്ങിയ ആളാണ് ഫിറഔനദിൽ ഔതാദ്, ആണിയുടെ ആളി എന്നാണ് ഫിറഔനെ പറഞ്ഞത്. പച്ച മനുഷ്യനെ ജീവനോടെ പിടിച്ചു കൊണ്ടുവന്ന് മരപ്പലകയിൽ വെച്ചിട്ട് അവന്റെ നെറ്റിയിലേക്ക് ഇരുമ്പിന്റെ ആണി അടിച്ചു കയറ്റുന്ന ആ ക്രൂരമായ കിരാതമായ കൊലപാതകത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് ഈ പറയുന്ന ഭരണാധികാരിയിൽ നിന്നാണ്. ആ ഭരണാധികാരിയാണ് പറയുന്നത്, നിങ്ങൾ ഈ വിശ്വാസത്തിന് വിലയായി നൽകേണ്ടി വരിക നിങ്ങളുടെ ജീവനായിരിക്കും. എല്ലാറ്റിനെയും ഞാൻ കുരിശിൽ തറച്ചു കൊല്ലും. ചെറിയ വേദനയും പ്രയാസവും പ്രിയപ്പെട്ടവര്, കുരിശിൽ തറച്ചുള്ള മരണം എന്ന് പറയുന്നത് ആദ്യം 2 കൈകളാണ്. ആ കൈകളിലേക്കാണ് ഇരുമ്പിന്റെ ആണി അടിച്ചു കയറ്റുക. ആണിയുടെ ഓരോ ഭാഗവും കയറുമ്പോ ആ കൈ മുഴുവൻ തുളഞ്ഞ് ആ മരപ്പലകയിലേക്ക് ആണി തറച്ച് കയറുന്നത് വരെ മാംസത്തിനിടയിലൂടെ ഇരുമ്പിന്റെ ആണി തുളച്ചു കയറുന്ന വേദന മുഴുവനും സഹിക്കണം. എന്നിട്ട് ആ ആണിയുടെ ബലത്തിലാണ് നിൽക്കുക. ഇപ്പുറത്തെ കൈയും ആണി അടിച്ചു കയറ്റുന്നത് വരെ, പിന്നെ കാലുകൾക്ക് ആണി തുളച്ചു കയറ്റുക, പിന്നെ അവസാനം നെറ്റിയിലേക്ക് തുളച്ചു കയറ്റി കൊന്നുകളയുക. ഈ ക്രൂരമായ മരണത്തിന്, വധശിക്ഷക്ക് നിങ്ങൾ വിധേയരാകുമെന്ന് ഫിറഔൻ ഭീഷണിപ്പെടുത്തിയപ്പോ സുബ്ഹാനല്ലാഹ്, ഈ മനുഷ്യർ പറഞ്ഞൊരു മറുപടിയുണ്ട്, വല്ലാത്തൊരു മറുപടിയാണത്. ഖാലു, അവർ പറഞ്ഞു, ലൻ നുഅ്സിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാത്ത്, ലൻ നുഅ്സിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാത്ത്. ഞങ്ങൾക്ക് വന്നു കിട്ടിയ ഈ സത്യം ഏതാണെന്നാണ് നീ വിചാരിച്ചത് ഫിറഔൻ? നിങ്ങൾക്ക് വന്നു കിട്ടിയ ഈ ഹുദ, ഈ ഹിദായത്ത്, ഈ ബയ്യിനാത്ത്, ഈ വ്യക്തത, ഈ വിശ്വാസം, ഈ ധൈര്യം, ഈ നിർഭയത്വം, ഈ ഒരു വരമേൽപ്പിക്കൽ, ഇതിന്റെ ശക്തിയെ കുറിച്ച് നീ എന്താണ് മനസ്സിലാക്കിയത് ഫിറഔൻ? ഖാലു ലൻ നുഅ്സിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാത്ത്. നിന്റെ ഈ ഭീഷണികളോ, നിന്റെ ഈ അധികാരമോ, നിന്റെ ഈ പട്ടാളങ്ങളോ, നിന്റെ ഈ ശിക്ഷയോ ഒന്നും ഞങ്ങൾക്ക് വന്നു കിട്ടിയ വ്യക്തതയേക്കാൾ വലുതല്ല. ഫഖ്ദി മാ അൻത ഖാദ് ഇന്നമാ തഖ്ദി ഹാദിഹിൽ ഹയാത്തി ദുനിയ. അതുകൊണ്ട് നീ വിധിക്കുക, നിനക്ക് എന്ത് വേണമെങ്കിലും വിരിക്കാം. കാല് വെട്ടണോ വെട്ടിക്കോളൂ, കൈ വെട്ടണോ വെട്ടിക്കോളൂ, തലയിലേക്ക് ആണി അടിച്ചു കയറ്റണോ കയറ്റിക്കോളൂ, കൊന്നോളൂ, ഒരു പ്രശ്നവും ഇല്ല. ഈ ദുനിയാവിന് മാത്രമേ വിധിക്കാൻ നിന്നെ കൊണ്ട് പറ്റുകയുള്ളൂ എന്ന് അവർ പറയാണ്. എന്നിട്ട് അവർ ഫിറഔനോട് തിരിച്ചു പറയാണ്, ഞങ്ങൾ ചെയ്ത തെറ്റെന്താണ്? ഞങ്ങൾ ചെയ്ത അപരാധം എന്താണ്? ഞങ്ങളുടെ റബ്ബിൽ നിന്ന് ഞങ്ങൾക്കൊരു വ്യക്തത വന്നെത്തിയപ്പോ ഞങ്ങളത് സ്വീകരിച്ചു, ഞങ്ങളത് വിശ്വസിച്ചു. അതാണല്ലേ ഞങ്ങൾ ചെയ്ത തെറ്റ്. എങ്കിൽ ശരി, ആ വധശിക്ഷ ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസികൾ, ഈ പുതുവിശ്വാസികൾ അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് അവർ പറയുകയാണ്, റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റൻ വതവഫനാ മുസ്ലിമീൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ക്ഷമ ചൊരിഞ്ഞു തരണേ റബ്ബേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ക്ഷമ വർഷിപ്പിച്ചു തരണേ റബ്ബേ. വതവഫനാ മുസ്ലിമീൻ. ഞങ്ങളുടെ കൈകാലുകൾ വെട്ടപ്പെടുമ്പോ, ഞങ്ങളുടെ നെറ്റിയിലൂടെ ഇരുമ്പിന്റെ ആണി അടിച്ചു കയറ്റപ്പെടുമ്പോ, വതവഫനാ മുസ്ലിമീൻ, മുസ്ലിങ്ങളായിക്കൊണ്ട് നീ ഞങ്ങളെ മരിപ്പിക്കുകയും ചെയ്യണേ റബ്ബേ.
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദ്യത്തെ അനുയായികൾ, അദ്ദേഹത്തിന്റെ നുബുവത്തിൽ ആദ്യമായി വിശ്വസിച്ചവർ, പ്രിയപ്പെട്ടവരെ, മരണത്തെ വരവേൽക്കുന്നത് എത്ര ധൈര്യത്തോടെയാണ്, സ്ഥൈര്യത്തോടെയാണ്. ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള അന്തരമാണ് നിമിഷങ്ങൾക്കപ്പുറത്തിപ്പുറത്ത് നമ്മൾ കാണുന്നത്. കുറച്ചു മുമ്പ് വന്നിട്ട് ഭരണാധികാരിയുടെ മുന്നിൽ വന്ന് റുക്കൂ ചെയ്തിട്ട് ഞങ്ങൾ ഈ മത്സരത്തിൽ ജയിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് സമ്മാനം ഉണ്ടാകില്ല എന്ന് യാചിച്ച്, എന്നിട്ട് ആ ഭരണാധികാരിയുടെ ഓഫർ കിട്ടിയപ്പോ അതിനുവേണ്ടി എന്ത് നെറുകേടും ചെയ്യാൻ തയ്യാറായ അതേ മനുഷ്യരതാ ലോകത്തിന്റെ രക്ഷിതാവിന്റെ മുന്നിലേക്ക് കൈകൾ നീട്ടിക്കൊണ്ട് പറയുകയാണ്, റബ്ബനാ അഫ്രിഗ് അലൈനാ സുബ്റാ, ഞങ്ങൾ കൊല്ലപ്പെടുമ്പോൾ റബ്ബേ ഞങ്ങളിലേക്ക് ക്ഷമയെ നീ ചൊരിഞ്ഞു തരണേ അല്ലാഹ്, വതവഫനാ മുസ്ലിമീൻ, ഞങ്ങളെ നീ മുസ്ലിങ്ങളായി കൊണ്ട് മരിപ്പിക്കുകയും ചെയ്യണേ റബ്ബേ. ആ രീതിയിലേക്ക് പ്രിയപ്പെട്ടവരെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ മുഴുവൻ നമുക്ക് കാണാൻ കഴിയുക ഇത്തരത്തിലുള്ള നിർഭയത്വത്തിന്റെ പാഠമാണ്. മുഴുവൻ നിർഭയത്വമാണ്. അമ്ന് എന്താണ് അമ്നി എന്ന് ജീവിതത്തിൽ വരച്ചു കാണിച്ച് പഠിപ്പിച്ചു തന്ന ആളാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ ദഅവത്ത് നടക്കുന്ന കാലത്ത് എത്രയോ ദൃഷ്ടാന്തങ്ങൾ ഫിർഔനിന്റെ മുന്നിൽ അല്ലാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ദൃഷ്ടാന്താണ് ഇത്. ഏറ്റവും ആദ്യത്തെ ദൃഷ്ടാന്തം സ്വന്തം ചെലവിൽ കൊണ്ടുവന്ന സ്വന്തം ആളുകൾ തന്നെ വിശ്വസിക്കുന്ന ആ കാഴ്ചയാണ് ഫിറഔൻ കാണുന്നത്. അവിടെ ഫിറഔൻ പറഞ്ഞത് എന്താ? ഇന്ന ഹാദാ ലമക്റും മക്കർതുമു ഫിൽ മദീനത്തി ലിതുഖ്രിജു മിൻഹാ അഹ്ല, ഇതൊക്കെ നിങ്ങളുടെ തട്ടിപ്പാണ്, ഇതൊക്കെ നിങ്ങളുടെ പ്ലാൻ ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഫിറഔൻ അതിനെ തള്ളിക്കളഞ്ഞത്. പ്രിയപ്പെട്ടവരെ, പിന്നീട് അങ്ങോട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദഅവാ ജീവിതത്തിൽ ഫിറഔനെ തിരുത്താനുള്ള എത്ര ദൃഷ്ടാന്തങ്ങളാണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞേക്കുന്നത്, എന്തിനാണ് അല്ലാഹു അങ്ങോട്ട് നശിപ്പിച്ച പോരെ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തിനാണ് അള്ളാഹ്ക്ക് ഫിറഔൻ നന്നായിട്ട് എന്താ ആവശ്യം? അള്ളാഹിന്റെ രാജാധികാരത്തിൽ എന്തെങ്കിലും കൂടാനുണ്ടോ? ഫിറഔൻ വിശ്വസിച്ചില്ല വെച്ചിട്ട് അള്ളാഹുവിന്റെ രാജാധികാരത്തിൽ എന്തെങ്കിലും കുറയാനൊന്നുമില്ല. അള്ളാഹുവിന്റെ കാരുണ്യം എത്ര തവണയാണ് ഫിറഔനെ തിരുത്താൻ ശ്രമിച്ചത്? ഫഅർസൽനാ അലൈഹിം الطൂഫാന വൽജറാദ വൽഖുമ്മല വൽദഫാദിഅ വദ്ദമ ആയാതി മുഫസ്സലാത്ത്. കുറേ ദൃഷ്ടാന്തങ്ങൾ ഫിറഔൻ കൂട്ടർ പറഞ്ഞു, വഖാലു മഹ്മാ തഅതിനാ ബിഹി മിൻ ആയത്തിൻ ലിതസ്ഹറനാ ബിഹാ ഫമാ നഹ്നു ലക ബിമുഅ്മിനീൻ. മൂസാ എന്തൊക്കെ അത്ഭുതങ്ങൾ കൊണ്ടുവന്നാലും, മഹ്മാ തഅതിനാ ബിഹി മിൻ ആയ, എന്തൊക്കെ അത്ഭുതങ്ങൾ നീ കൊണ്ടുവന്നാലും, അതുകൊണ്ട് ഞങ്ങളെ പറ്റിക്കാൻ, ഞങ്ങളെ കബളിപ്പിക്കാൻ, ഞങ്ങൾ വിശ്വസിക്കൂല കേട്ടോ, ഞങ്ങൾ വിശ്വസിക്കൂല. അല്ലാഹു ഫഅർസൽനാ അലൈഹിം തൂഫാൻ, ആദ്യം തൂഫാൻ ഉണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായി മുഴുവൻ. മൂസാ നബിയോട് ഇവർ വന്നിട്ട് പറഞ്ഞു, നിന്റെ റബ്ബ് ശരിയാണോ, നീ പറയുന്നത് ശരിയാണോ, എങ്കിൽ ഈ തൂഫാൻ ഒന്ന് മാറ്റി കാണിച്ചോണ്ടോ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം. മൂസാ നബി പ്രാർത്ഥിച്ചു, ദുആ ചെയ്തു, തൂഫാൻ വഴിമാറി, വെള്ളപ്പൊക്കം വഴിമാറി, അവർ വീണ്ടും അവിശ്വസിച്ചു. വൽ ജറാദ്, വെട്ടുകിളികളെ കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചു, കൃഷിയും നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു. മൂസാ നബിയുടെ അടുത്ത് അവർ വീണ്ടും വന്നു, മൂസാ നബി ദുആ ചെയ്തു, ജറാദിന്റെ ശല്യം മാറ്റി കൊടുത്തു, അവർ വീണ്ടും അവിശ്വസിച്ചു. വൽ ഖുമ്മൽ, ചെള്ളിനെ കൊണ്ടും പേനിനെ കൊണ്ടും പരീക്ഷിച്ചു, തോടുന്നിടത്തൊക്കെ പേന്, തോടുന്നിടത്തൊക്കെ ചെള്ളുമായി ഉള്ള ബുദ്ധിമുട്ട്. മൂസാ നബിയെ വീണ്ടും സമീപിച്ചു, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, അത് വീണ്ടും മാറ്റി കൊടുത്തു. വല്ലഫാദിഅ, തവളകൾ, എവിടെ നോക്കിയാലും തവള, വീട്ടിൽ നോക്കിയാലും റൂമിൽ നോക്കിയാലും തവള, മറ്റേ സ്ഥാപനത്തിൽ നോക്കിയാലും തവള, വഴികളിൽ നോക്കിയാലും തവള, കുളങ്ങളിൽ നോക്കിയാലും ജലാശയങ്ങൾ നോക്കിയാലും എവിടെയും തവള. മൂസാ നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഇത്തവണ കൂടി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം, ശുപാർശ ചെയ്യണം. മൂസാ നബി ദുആ ചെയ്തു, അത് മാറ്റിക്കൊടുത്തു. വീണ്ടും അവർ അവിശ്വസിച്ചു. വദ്ദം, കുടിക്കുന്ന വെള്ളത്തിൽ രക്തം കാണാൻ തുടങ്ങി, ജലാശയങ്ങൾ മുഴുവൻ രക്തമയമായി മാറാൻ തുടങ്ങി. അവർ വീണ്ടും മൂസാ നബിയോട് വന്നു പറഞ്ഞു, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, അതും അല്ലാഹു മാറ്റിക്കൊടുത്തു. ഇങ്ങനെ ആവർത്തിച്ച് എത്രയോ ദൃഷ്ടാന്തങ്ങൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവാചകത്വത്തിന് തെളിവായി അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തു. അപ്പോഴൊന്നും ഈ മനുഷ്യർ വിശ്വസിച്ചില്ല. അവസാനം പ്രിയപ്പെട്ടവരെ, ഒരു മുഹറം 10-ന്റെയോ 9-ന്റെയോ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും കൽപ്പന കൊടുത്തു. എന്താണ്? ഇവര് നന്നാവാൻ സാധ്യതയില്ല, നിങ്ങൾക്ക് പലായനം ചെയ്യാം, നിങ്ങൾക്ക് ഹിജ്റ ചെയ്യാം. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹിജ്റ തുടങ്ങുന്നത് അവിടെയാണ്. സാധാരണ മുഹമ്മദ് നബിയും സഹാബത്തും നടത്തിയതുപോലുള്ള ഒരു ഹിജ്റയല്ല പ്രിയപ്പെട്ടവരെ. ഈ ഉമ്മത്തിന് അല്ലാഹു എത്രമാത്രം എളുപ്പം നൽകിയിട്ടുണ്ടെന്നറിയോ? മൂസാ നബിയുടെ ചരിത്രം വായിക്കുമ്പോൾ ആ പ്രവാചകൻ കടന്നുപോയ അതികഠിന കഠോരമായ വഴികൾ നാം പഠിച്ചു നോക്കുമ്പോൾ നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ കാരുണ്യത്തിന്റെയും റഹ്മത്തിന്റെയും വലുപ്പം എത്രയാണെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാവും. അല്ലാഹു മൂസാ നബിയോടും ഹാറൂൻ നബിയോടും അവരുടെ കൗമിനെയും കൊണ്ട് പുറപ്പെടാൻ കൽപ്പിക്കാണ്. അങ്ങനെ പുറപ്പെടുകയാണ്, എങ്ങോട്ട് നടക്കണം, നിങ്ങളുടെ വീടുകൾ ഖിബലയാക്കിക്കൊണ്ട് നിങ്ങൾ സഞ്ചരിക്കുക എന്ന് പറഞ്ഞു.
പറഞ്ഞ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അവരുടെ ജനതയെയും കൊണ്ട് പുറപ്പെടുന്നു. അങ്ങനെ നടന്ന് അവരെത്തുന്നത് ചെങ്കടലിന്റെ മുന്നിലാണ്. ആ ചെങ്കടലിന്റെ മുന്നിൽ ഇനി എന്ത് ചെയ്യണമെന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയില്ല. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ആ ചരിത്രം, പിറകിൽ നിന്ന് സൈന്യത്തിന്റെ ആരവം കേൾക്കുന്നത്. വാളിന്റെയും ആയുധങ്ങളുടെയും കുതിരകളുടെയും കരച്ചിലും ആരവങ്ങളും പിറകിൽ നിന്ന് കേൾക്കാൻ തുടങ്ങിയപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫലമ്മാ തറാ അൽ ജംആൻ, രണ്ട് വിഭാഗവും കണ്ടുമുട്ടി. വളരെ ചുരുക്കം മാത്രമുള്ള ഇസ്രായേൽ സന്തതികളും ആബാലചൂടം വരുന്ന കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഫിർഔനിന്റെ പടയാളികളും അവര് തമ്മിൽ കണ്ടുമുട്ടി. ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ, മൂസ കഴിഞ്ഞു, ഇവിടെ തീരെയാണ്. മൂസാ നബിയുടെ അനുയായികൾ പറയാൻ ഇവിടെ തീരാണ്. ഇസ്രായേൽ സന്തതികളുടെ ചരിത്രം ഇവിടെ അവസാനിക്കാൻ പോകുന്നു. ഇസ്രായേൽ പ്രവാചകന്റെ സന്താന പരമ്പരകൾ ഈ ചെങ്കടലിന്റെ തീരത്ത് കൂട്ടക്കൊല ചെയ്യപ്പെടാൻ പോകുകയാണ് എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികൾ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ, പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ വെപ്രാളത്തിന്റെയോ ബേജാറിന്റെയോ കണിക പോലുമില്ലാതെ ആ പ്രവാചകൻ പറഞ്ഞൊരു വർത്താനുണ്ട്. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്കത് കാണാം. ആ പ്രവാചകൻ തിരിച്ചു പറയാൻ, ഖാല കല്ലാ ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ, ഖാല കല്ലാ ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ. നിങ്ങൾ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാതിരിക്കുക, അടങ്ങിയിരിക്കുക. ഇന്ന മഅ റബ്ബീ സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവനെനിക്ക് വഴി കാണിച്ചു തരുന്നതാണ്. എന്ത് വഴി അറിയില്ല, എന്താണ് മാർഗം അറിയില്ല, പക്ഷെ അള്ളാഹു വഴി കാണിച്ചു തരും. ആ പ്രവാചകന്റെ മനസ്സിലുള്ള യഖീൻ എത്രയാണ്, ആ പ്രവാചകന്റെ മനസ്സിലുള്ള തവക്കുൽ എത്രയാണ്. അവിടെയാണ് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത്, മൂസ ആ കടലിലേക്ക് നീ അടിക്കുക, നീ നിന്റെ വടി കൊണ്ട് ആ കടലിലേക്ക് ഒന്നടിക്കുക മൂസ. ഈ സംഭവം സംഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ മുഹറം 10 അന്നാണ്. പ്രിയപ്പെട്ടവരെ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആ വടി കൊണ്ട് ആ കടലിലേക്ക് അടിക്കുകയാണ്. ആ കടലതാ രണ്ട് ഭാഗത്തേക്ക് വലിയ പർവ്വതങ്ങൾ പോലെ മാറി നിൽക്കുകയാണ്. മുന്നിൽ സുന്ദരമായ വഴി പ്രത്യക്ഷപ്പെടുകയാണ്. ആ പ്രവാചകൻ മുന്നിലും ഇവിടുത്തെ അനുയായികൾ പിന്നിലുമായി ആ കടലിൽ പ്രത്യക്ഷപ്പെട്ട വഴിയിലൂടെ അങ്ങനെ നടക്കുകയാണ്. ഇത്രയും അത്ഭുതങ്ങൾ കണ്ടിട്ടും കണ്ണു തുറക്കാത്ത ഫിർഔനും പടയാളികളും അതാ ആ കടലിൽ പ്രത്യക്ഷപ്പെട്ട വഴിയിൽ വെച്ച് മൂസാ നബിയെയും അനുയായികളെയും കൊല്ലുന്നതിനു വേണ്ടി അവരുടെ പിന്നാലെ പുറപ്പെടുകയാണ്, നടക്കാൻ തുടങ്ങുകയാണ്. അല്ലാഹു അതാ കൽപ്പിക്കുകയാണ്, തിരമാലകളെ നിങ്ങൾ പൂർവ്വസ്ഥിതിയിലാവുക. അങ്ങനെ ആ തിരമാലകൾ അതാ പൂർവ്വസ്ഥിതിയിലാവാൻ തുടങ്ങുകയാണ്. സ്വേച്ഛാധിപതിയായ അധികാരിയായ മഹാചക്രവർത്തിയായ ഫിർഔൻ ആ തിരമാലകൾക്കടിയിലേക്ക് ഇങ്ങനെ മുങ്ങിത്താണ് കൊണ്ടിരിക്കുമ്പോ ഫിർഔൻ അതാ പറയുകയാണ്, ആമന്തു ബിറബ്ബി മൂസാ വഹാറൂൻ, മൂസയും ഹാറൂനും പറഞ്ഞ രക്ഷിതാവേ, ഞാനിതാ വിശ്വസിച്ചിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയൊരു ഗുണപാഠം ഇവിടെയാണ് നാം പഠിക്കേണ്ടത്. എത്ര പ്രസംഗം കേട്ടാലും നന്നാവാത്തവരുണ്ട്, എത്ര എഴുത്തുകൾ വായിച്ചാലും നന്നാവാത്തവരുണ്ട്, എത്ര കുത്തുവകൾ കേട്ടാലും നന്നാവാത്തവരുണ്ട്. പക്ഷേ എത്ര നന്നാവാത്തവരും നന്നാവുന്ന സന്ദർഭം ഏതാണെന്നറിയോ പ്രിയപ്പെട്ടവരെ? മരണത്തെ മുഖാമുഖം കാണുമ്പോഴാണ്, മരണത്തിന്റെ മാലാഖമാരുമായി അഭിസംബോധന നടത്തുമ്പോഴാണ്. ആ സമയത്ത് നന്നാവാത്ത അവരില്ല പ്രിയപ്പെട്ടവരെ. ഇത്രയൊക്കെ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടും നന്നാവാത്ത മനം മാറാത്ത ഫിർഔന് പോലും ചെങ്കടലിന്റെ ആഴിയിലേക്ക് മുങ്ങിത്താഴുമ്പോ ആമന്തു ബിറബ്ബി മൂസാ വഹാറൂൻ, മൂസയുടെയും ഹാറൂനിന്റെയും രക്ഷിതാവിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഫിർഔൻ പോലും അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ അള്ളാഹുവിന്റെ മറുപടി എന്താണെന്നറിയോ? ഇപ്പോഴാണോ ബോധം വരുന്നത് ഫിർഔൻ? ഇപ്പോഴാണോ തിരിച്ചറിവുണ്ടാകുന്നത്? എന്തൊരു ധിക്കാരിയായിരുന്നോ നീ, എന്തൊരു അനുസരണം കെട്ടവരായിരുന്നോ നീ ഇതിന്റെ മുന്നേ. എന്റെ പ്രവാചകന്മാരെ നീ ഇകഴ്ചയില്ലേ, അവരെ കൊല്ലാൻ ശ്രമിച്ചില്ലേ, എന്റെ പ്രവാചക പരമ്പരയിൽ 100 കണക്കിന് മക്കളെ നീ കൊല ചെയ്തില്ലേ. അതുകൊണ്ട് ഇന്നേ ദിവസം എന്തെങ്കിലും നീ കടലിന്റെ പുറത്തു പോകുന്നുണ്ടെങ്കിൽ അത് നിന്റെ ചേതനയത്തെ ശരീരം മാത്രമായിരിക്കും. ചത്തുമല
മരിച്ചുപോയ നിന്റെ മയ്യത്ത് മാത്രമായിരിക്കും ഈ ചെങ്കടലിൽ പുറത്തേക്ക് തുപ്പുക. അതെന്തിനു വേണ്ടിയാണെന്നറിയുമോ? നിന്റെ ഡെഡ് ബോഡി സംസ്കരിക്കാൻ വേണ്ടി, ബഹുമാനത്തോടെ കൊടുക്കാൻ വേണ്ടിയല്ല. നിന്റെ ആജ്ഞാനുവർത്തികളായ, നിന്റെ പ്രജകളായ, എന്നെ ആരാധിക്കുന്ന, നീയാണ് പഠിച്ചവരെന്ന് അടിയുറച്ചു വിശ്വസിക്കുന്ന 10,000 ആ ചെങ്കടലിന്റെ പുറത്ത് മൂസയുടെ തലയുമായി തിരിച്ചു വരുന്നതുമായി കാത്തു നിൽക്കുന്നുണ്ട്. മൂസയെ പിടിക്കാനല്ല നീ ചെങ്കടലിലേക്ക് പ്രവേശിച്ചത്. എന്റെ പ്രവാചകന്റെ ശിരസ്സുമായി നീ തിരിച്ചു പോകുന്നത് കാണാൻ കാത്തു നിൽക്കുന്ന എംബോക്കികൾ ആ കടലിന്റെ കരയിലുണ്ട്. അവരുടെ മുന്നിലേക്ക് ചേതനയറ്റ നിന്റെ ശരീരം വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി മാത്രം ഈ കടല് നിന്റെ മയ്യത്ത് പുറത്തേക്ക് തുപ്പുന്നതാണ്. നിശ്ചയം മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും നമ്മുടെ ദൃഷ്ടാന്തത്തെ തൊട്ട് അശ്രദ്ധരാണ് എന്നാണ് ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഈ ധിക്കാരിയായ ഭരണാധികാരിയുടെ നാശമുണ്ടായ ദിവസമാണ് മുഹറം 10. മഹാനായ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഇസ്രായേൽ സന്തതികളുടെയും രക്ഷയുണ്ടായ ദിവസമാണ് മുഹറം 10 എന്ന് നാം മനസ്സിലാക്കുക. അതാണ് നാളത്തെ ദിവസം നാം അനുഷ്ഠിക്കാൻ പോകുന്ന നോമ്പിന്റെ പ്രത്യേകത. ആ നോമ്പ് ഒരു ശുക്രിന്റെ നോമ്പാണ്, നന്ദിയുടെ നോമ്പാണ്. ആ നോമ്പ് നാം എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്, അല്ലാഹുവേ, എന്റെ പ്രവാചകൻ, പ്രവാചകന്മാർക്കിടയിൽ ഒരു വേർതിരിവും നമുക്ക് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം സ്നേഹിക്കുന്നുണ്ട്, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും നാം സ്നേഹിക്കേണ്ടതുണ്ട്. ആ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോടുള്ള സ്നേഹത്തിന്റെ ഒരു പ്രകടനമാണ്, ആ മൂസാ നബിയെ രക്ഷിച്ചതിനു വേണ്ടിയുള്ള അള്ളാഹുവിനുള്ള നന്ദിയുടെ ഒരു പ്രകടനമാണ് നാളത്തെയും ഇന്നത്തെയും നോമ്പ് എന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പ്രവാചകന്റെ കഥയിൽ നിന്ന് ചരിത്രവും നാം പഠിക്കേണ്ടതുണ്ട്. മൂസാ നബിയുടെയും ഉമ്മത്തിന്റെയും കഥയിൽ നിന്ന് നാം ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ചരിത്രം എന്താ അറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അദ്ദേഹത്തിനും ഉമ്മത്തിനും കൊടുത്ത അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. ആ ഉമ്മത്തിന് കൊടുത്ത, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒന്നാം തലമുറയുണ്ടല്ലോ സ്വഹാബത്ത്, ആ സ്വഹാബത്തിന്റെ വിഷയത്തിൽ നമുക്ക് അഭിമാനിക്കാൻ ഒരുപാട് വകകളുണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ പറയുന്ന ചെങ്കടലിൽ പിളർത്തിയിട്ട് അവരെ കൊണ്ടുപോയി. എന്നിട്ട് അവരുടെ വാഗ്ദത്ത ഭൂമി കാനാൻ ദേശത്തെത്തിയപ്പോ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾക്ക് ഇവരുമായി യുദ്ധം ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. നോക്ക്, നിങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് മുസ്ലിങ്ങൾ പലായനം ചെയ്തു പോയപ്പോ മദീനക്കാരവരെങ്ങനെയാ സ്വീകരിച്ചത്? അല്ലാഹു അക്ബർ. എവിടെയാണ് മുഹമ്മദി ഉമ്മത്തിന് അല്ലാഹു കൊടുത്ത അനുഗ്രഹത്തിന്റെ വലിയ വലിയ ഉദാഹരണങ്ങൾ നാം കാണുന്നത്? മക്കയിൽ നിന്ന് മദീനയിലേക്ക് മുസ്ലിങ്ങൾ മുഹാജിറുകൾ എത്തിയപ്പോ ആ അൻസാറുകളായ ആളുകൾ വീട് പകുത്തു നൽകി, സമ്പത്ത് പകുത്തു നൽകി. 2 ഇണകൾ ഉണ്ടായിരുന്നവർ ആ ഒരു ഇണയെ തലാഖ് ചൊല്ലിയിട്ട് വിവാഹം ചെയ്തു കൊടുത്തു. കച്ചവടം പകുത്തു നൽകി. അൻസാറുകളാണ് പ്രിയപ്പെട്ടവരെ മുഹാജിറുകളെ സ്വീകരിച്ചത്. എന്നാൽ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ ഹിജ്റ ചെയ്തെത്തുന്ന ആളുകളെ കാത്തിരുന്നത് അമാലിക്കുകൾ എന്ന് ബൈബിൾ പറയുന്ന ആ കഠിന കഠോരന്മാരായ, ആഭാലചൂടന്മാരായ, ആ കായഫലമുള്ള ആ മനുഷ്യരോടുള്ള യുദ്ധമായിരുന്നു. പക്ഷേ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികൾ അദ്ദേഹത്തെ ധിക്കരിച്ചു. എന്താ അദ്ദേഹത്തോട് പറഞ്ഞത്? മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ അനുയായികൾ അദ്ദേഹത്തോട് പറയുകയാണ്, ഞങ്ങൾ യുദ്ധത്തിനൊന്നും വരില്ല. നീ നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തു, ഞങ്ങൾ ഇവിടെ ഇരിക്കാം. ജൂതന്മാരുടെ ചതിയുടെ ഒന്നാമത്തെ ചരിത്രം എവിടെയാണ് തുടങ്ങുന്നത്? ഇന്ന് ജൂതന്മാര് നടത്തുന്ന ചതിക്കും വഞ്ചനക്കും നെറികേടിനൊന്നും കയ്യും കണക്കുമില്ല. ഈ ജൂതന്മാർ ഇന്ന് ആ ചതി ഫലസ്തീനികളോട് മാത്രമാണോ നടത്തിയതല്ല, അവരാദ്യം ചതി നടത്തിയത് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോടാണ്. അവരെ വിശ്വസിച്ച് കൂട്ടിക്കൊണ്ടുപോയി അവരുടെ ദേശത്ത് അവർക്ക് കാണിച്ചു കൊടുത്തപ്പോ ഉളുപ്പില്ലാതെ ഈ മനുഷ്യന്മാർ പറയാണ്, മൂസാ, നീയും നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തിട്ടോ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം, ഞങ്ങളിവിടെ ഇരുന്ന് യുദ്ധമൊക്കെ ജയിച്ച് നീ വാ, അപ്പൊ ഞങ്ങൾ അവിടെ കയറിക്കോളാം എന്ന് പറയാനുണ്ടായത്. നന്ദികേടിന്റെ വാക്ക്, നന്ദികേടിന്റെ വചനം. അല്ലാഹു ശപിച്ചു ആ മനുഷ്യരെ. യതീഹൂന ഫിൽ അർദി 40 സന ഖാല ഫഇന്നഹാ മുഹറമതുൻ അലൈഹിം 40 സന യതീഹൂന ഫിൽ അർദി ഫലാ തഅസ അലൽ ഖൗമിൽ കാഫിരീൻ. ഇനി 40 കൊല്ലത്തേക്ക് നിങ്ങൾ അങ്ങോട്ട് കയറണ്ട, നിങ്ങൾ അങ്ങോട്ട് പോയാൽ നിങ്ങൾ ജയിക്കൂല. അതുകൊണ്ട് ഈ 40 കൊല്ലം നിങ്ങൾ എന്ത് ചെയ്തോ, അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നോളൂ, ഒരു വിട്ടുവീഴ്ച നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഈ 40 വർഷത്തിനിടയിലാണ് പ്രിയപ്പെട്ടവരെ മഹാനായ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും മരിക്കുന്നത്. മൂസാ നബി മരിക്കുന്നത് അബാരീം പർവ്വത നിരയിലെ മൊവാബ് മലയിൽ വെച്ചാണ്. ആ മൊവാബ് മലയിൽ അദ്ദേഹം കിടക്കുമ്പോ അദ്ദേഹം കിടന്നിരുന്നത് ഫലസ്തീൻ നോക്കിയിട്ടാണ്.
ഫലസ്തീൻ നോക്കിക്കിടന്നിട്ടാണ് ആ വാഗ്ദത്ത ഭൂമി, ഇന്നത്തെ ഫലസ്തീനും ജോർദാനും ഇസ്രായേലൊക്കെ അടങ്ങുന്ന ആ പ്രദേശത്തിന് അഭിമുഖമായി കിടന്നിട്ട് അങ്ങേയറ്റത്തെ മനോവേദനയോടെ കരഞ്ഞുകൊണ്ട് വേദനിച്ചുകൊണ്ടാണ് ആ മഹാനായ പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. ആ വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള പ്രവേശനം കാണാൻ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ബാക്കിയായില്ല എന്നതാണ്. അലൈഹിസ്സലാത്തു വസ്സലാം ആ പ്രവാചകനെ അല്ലാഹു കാരുണ്യം കൊണ്ടും റഹ്മത്ത് കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും മൂടട്ടെ. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമ്മുടെ പ്രവാചകൻ മരിക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടിട്ട് ചിരിച്ചിട്ടാണ്, സന്തോഷിച്ചിട്ടാണ് മരിച്ചത്. കാഴ്ച ഏതാണെന്നറിയോ? ഹിജ്റ 11-ാമത്തെ വർഷം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസം സുബ്ഹ് നമസ്കാരത്തിന് വേണ്ടി മുസ്ലിം ഉമ്മത്ത് സ്വഫ് കെട്ടി നിൽക്കുന്ന സമയം, വരിവരിയായി സ്വഫായി നിൽക്കുന്ന സമയം, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹിജ്റയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിരി ഇങ്ങോട്ട് മാറ്റുന്നുണ്ട്, കർട്ടൻ ഇങ്ങോട്ട് മാറ്റുന്നുണ്ട്. എന്നിട്ട് തന്റെ ഉമ്മത്തിലേക്ക് നോക്കുന്നുണ്ട്. ആ നോക്കിയപ്പോ അള്ളാന്റെ റസൂലിന്റെ മുഖം പൂർണ്ണ ചന്ദ്രനെ പോലെ പ്രകാശിച്ചു എന്നാണ്. കാരണം അവിടെ നിന്നിട്ടുണ്ടായിരുന്ന സഹാബികൾ എങ്ങനെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിൽ നിൽക്കാൻ കൽപ്പിച്ചത് അതേപോലെ നിന്നിരിക്കുന്നു. എങ്ങനെയാണോ നിസ്കരിക്കാൻ പഠിപ്പിച്ചത്, ഏത് രീതിയിലാണോ ആരാധനാ കർമ്മങ്ങൾ പഠിപ്പിച്ചത്, അതേപോലെ തന്റെ ഉമ്മത്ത് ചാണിന് ചാണായി മുഴത്തിന് മുഴമായി തന്റെ ചര്യ കൃത്യമായി മുറുകെ പിടിക്കുന്ന ആ സുന്ദരമായ കാഴ്ച കണ്ടിട്ട് കണ്ണ് നിറഞ്ഞു കണ്ട് പുഞ്ചിരിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഹാ നമസ്കാരത്തിന്റെ സമയമാകുമ്പോഴേക്ക് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നത്. രണ്ട് പ്രവാചകന്മാരുടെ മരണങ്ങൾ എത്ര വ്യത്യസ്തമാണ് പ്രിയപ്പെട്ടവരെ. ഒരു പ്രവാചകൻ ഒരു പുരുഷായുസ് മുഴുവൻ ഒരു ജനതയുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച് താടിമുടികൾ നരച്ച് വയോവൃദ്ധനായി അവസാനം അവരെ മോചിപ്പിച്ച് പ്രയാസപ്പെട്ട് അവരുടെ നാട്ടിൽ അവരുടെ രാജ്യത്തെത്തിയപ്പോ അവരോട് യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചപ്പോ അവർ പറഞ്ഞത് നീ നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തോ എന്നാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ബദർ യുദ്ധത്തിന്റെ തൊട്ടു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ ബദരീങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ഇതേ ഒരു ചോദ്യം, ചരിത്രത്തിന്റെ തനി ആവർത്തനം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. മൂസാ നബി തന്റെ ഉമ്മത്തിനോട് ചോദിച്ചതുപോലെ അതേപോലെ ഒരു ചോദ്യം മുഹാജിറുകളോടും അൻസാറുകളോടും അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. അല്ലയോ മുഹാജിറുകളെ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആയിരക്കണക്കിന് വരുന്ന പടയാളികൾ മക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അവർ മദീനയിലേക്ക് ഇരച്ചു കയറും. നമ്മുടെ സ്ത്രീകളെയും കുട്ടികളെയും അവർ കൊല്ലാക്കൊല നടത്തും. എന്തു വേണം? മുഹാജിറുകൾ ഓരോരുത്തരായി മറുപടി പറഞ്ഞു, ഞങ്ങളുണ്ട് നബിയെ, ഞങ്ങളുണ്ട്, അങ്ങ് നയിച്ചാലും ഞങ്ങളുണ്ട്. അൻസാറുകളുടെ ഭാഗത്തു നിന്ന് പ്രതികരണമൊന്നും കേൾക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബേജാറോടെ അൻസാറുകളെ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന തുല്യം വെക്കാനില്ലാത്ത ചരിത്ര പുരുഷൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ, യാ റസൂലല്ലാഹ്, മൂസായുടെ ജനത അദ്ദേഹത്തോട് പറഞ്ഞതുപോലെ ഒരിക്കലും ഞങ്ങൾ അങ്ങയോട് പറയില്ല. ആർത്തലക്കുന്ന കടലിന്റെ തിരമാലകൾ വേദിച്ചിട്ട് അങ്ങ് നടന്നു പോകുകയാണെങ്കിൽ അങ്ങയുടെ പിന്നാലെ ഞങ്ങൾ ഉണ്ടാകും. നഗ്നപാതരായി ചുട്ടുകൊള്ളുന്ന കടന്നു പോകാനാണ് റസൂലേ അങ്ങ് ഞങ്ങളോട് കൽപ്പിക്കുന്നതെങ്കിൽ ഞങ്ങൾ അങ്ങയുടെ കൂടെ ഉണ്ടാകും, ഒരു സംശയവുമില്ല എന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അൻസാറുകൾ മുഴുവൻ അത് ഏറ്റു പറഞ്ഞു എന്നാണ്. 300 ചില്ലാനം വരുന്ന ആ സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആയുധങ്ങളില്ലാതെ, ആൽബലമില്ലാതെ, സൈന്യമില്ലാതെ ബദറിന്റെ രണാങ്കണത്തിൽ പോരാടിയപ്പോൾ അല്ലാഹു അവരെ ബഹുമാനിച്ചത് ആകാശ ലോകത്ത് നിന്ന് ഒരിക്കലും പരാജയപ്പെടുത്താൻ കഴിയാത്ത മലക്കുകളെ ഇറക്കിക്കൊണ്ടാണ്. ആയിരക്കണക്കിന് മലക്കുകൾ ഇറങ്ങി വന്നു. ആയിരക്കണക്കിന് മലക്കുകളുടെ ആവശ്യമൊന്നുമില്ല. ഒരു മലക്കിന്റെ ഒരു ചിറകിന്റെ തലപ്പ് മാത്രം മതി അബൂജഹലിന്റെയും പട്ടാളത്തിന്റെയും സർവനാശമുണ്ടാകാൻ. പക്ഷേ ആയിരക്കണക്കിന് മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഇറക്കി. എന്തിന്? അല്ലാഹുവിന്റെ റസൂലിനോട് ആ സഹാബത്ത് കാണിച്ച ത്വാഅത്തിന് ഇക്റാം നൽകാൻ, ആ ത്വാഅത്തിന് ബഹുമതി നൽകാൻ, അതിന് ആദരവ് നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ, ആയിരക്കണക്കിന് മലക്കുകളെ വാനലോകത്ത് നിന്ന് പറഞ്ഞയച്ചു. പ്രിയപ്പെട്ടവരെ, മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത് കിടക്കുന്നത്, മുസ്ലിം ഉമ്മത്തിന്റെ വിജയം കിടക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാഹിന് ചേർത്തു പിടിക്കുന്നതിലാണ്. ആ പ്രവാചകനെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നാം ചേർത്തു പിടിക്കുമ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഏൽപ്പിച്ച ആ പ്രബോധനം എന്ന വലിയ ദൗത്യം നാം നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ മുന്നിലിരിക്കുന്ന പ്രതിസന്ധിയുടെ പർവ്വതങ്ങൾ മഞ്ഞുകൾ കണക്കെ അപ്രത്യക്ഷമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ച
ആ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ, സുന്ദരമായി നിർവഹിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ഉത്തരവാദിത്തത്തിന്റെ നിർവഹണം എന്നോണമാണ് കണ്ണൂർ ജില്ലയിൽ വാരം പ്രദേശത്ത് ഞങ്ങളൊരു റിസർച്ച് സ്കൂൾ, ഒരു ദഅവ റിസർച്ച് സ്കൂൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഒരു വർഷമായി അൽഹംദുലില്ലാഹ് അത് സുന്ദരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ സാധാരണ കേൾക്കാറുള്ളത് പോലെ, സാധാരണ അറിയാറുള്ളത് പോലെയുള്ള ഒരു സ്ഥാപനമല്ല.